ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡിന് അർഹനായി പാലക്കാട് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ 1 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം ലോക കടുവ ദിനമായ നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് സമ്മാനിക്കും. 28 വർഷമായി പറമ്പിക്കുളത്തിന്റെ കാടും കാട്ടുവഴികളും അടുത്തറിഞ്ഞ് ഇവിടെയെത്തുന്ന സഞ്ചാരികളുടെ വിശ്വസ്തനായ വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഈ വനത്തിലെ ഉന്നതിയിലെ തന്നെ താമസക്കാരനാണ് മുരുകേശൻ. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ മുരുകേശൻ അതിനുശേഷം പഠിച്ചത് തന്റെ പൂർവികർ കാത്തുവച്ച കാട്ടറിവുകളാണ്. കാടിന്റെ ഓരോ പാതയും ഓരോ ശബ്ദവും ഓരോ ജീവിയുടെയും സാന്നിധ്യവും തിരിച്ചറിയുന്ന മുരുകേശൻ പ്രമുഖർക്ക് പോലും പറമ്പിക്കുളത്തിന്റെ ജൈവ വൈവിധ്യവും സസ്യജന്തു സമ്പത്തും പരിചയപ്പെടുത്തുന്ന വിശ്വസ്തനായ വഴികാട്ടിയാണ്. വൃക്ഷങ്ങളും പക്ഷികളും ഉരകങ്ങളും സസ്തനികളും ഉൾപ്പെടുന്ന പറമ്പിക്കുളത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ മുരുകേശന് കഴിയും. സയന്റിഫിക് പേര് ടെർമിനാലിയ പാനിക്കുലേറ്റ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്റ്റാലി അല്ലെങ്കിൽ മഴുക്കാഞ്ഞിരം ഉഴിഞ്ഞ എന്നൊക്കെ പറയും. ഈ കാണുന്ന വെളുത്തത് ഇത് ശരിക്കും ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നതാണ് ഈ മരം. മോസ്റ്റ് ഡിസിഡിയസിലും കാണും. ശരിക്കും പറഞ്ഞാൽ അത് ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നതാണ്. നമ്മൾ അതിന് കോമൺ ആയിട്ട് പറയുന്ന ഇന്ത്യൻ ആക്സൽ വുഡ് എന്ന് പറയും. പണ്ട് കാളവണ്ടികൾക്ക് ആക്സലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തടിയും കൂടെയാണ് അത്. നമ്മൾ സയന്റിഫിക് പേര് അനാജിസസ് ലാറ്റിഫോളിയ എന്ന് പറയും. വനപാലകർ, ഫോറസ്റ്റ് ഗാർഡുമാർ, വാച്ചർമാർ, ടൈഗർ ട്രാക്കർമാർ, നാച്ചുറലിസ്റ്റുകൾ തുടങ്ങി കടുവ സംരക്ഷണത്തിനായി നേരിട്ട് പ്രവർത്തിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് പുരസ്കാരം. കഴിഞ്ഞ 2.5 ദശാബ്ദമായി പറമ്പിക്കുളം കാടുകളിലെ നിശബ്ദ സേവനത്തിന് അംഗീകാരമായാണ് ഈ പുരസ്കാരം മുരുകേശനെ തേടി എത്തിയിരിക്കുന്നത്. ലോക കടുവാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് മുരുകേശന് പുരസ്കാരം സമ്മാനിക്കും. തങ്ങളുടെ കാട്ടറിവ് പകർന്നു നൽകുന്ന തങ്ങളിൽ തന്നെയുള്ള ഒരാൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പറമ്പിക്കുളം സുങ്കം നിവാസികൾ. ഫൈസൽ അലിമുത്ത്, ദൂരദർശൻ ന്യൂസ്, പാലക്കാട്.